എന്നാ പേരോട് നിങ്ങളെല്ലാവരും കുറ്റ്യാടിക്കടുത്താണ് പേരോട്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, പേരോടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പേരോട് മെല്ലെ മെല്ലെ സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. പേരോട് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പോൾ സമസ്തയുടെ കൂട്ടത്തിൽ അല്പം മനസാക്ഷി കുത്തും മരിച്ചു പോകുമല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ പേരോട് അദ്ദേഹം മൻസക്കാഫിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്ക് പേരോടിൻ്റെ ക്ലിപ്പ് കേൾക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളുടെ മനസ്സ് ക്ഷണിച്ചത് എങ്ങോട്ടാണ്? ലോകത്തുള്ള എല്ലാ മഹാന്മാരും ജനങ്ങളെ മനസ്സ് ക്ഷണിച്ചത് എങ്ങോട്ടാണ്? ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറാ വനദീറാ വദാഇയൻ ഇലല്ലാഹ്. അല്ലാഹുവിലേക്കാണ് ക്ഷണിച്ചത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്, ആ അല്ലാഹുവാണല്ലോ ഖാലിഖും മാലിക്കും, അവനാണല്ലോ സട്ടാവ്, അല്ലാഹുവാണല്ലോ ഉടമസ്ഥൻ, അല്ലാഹുവാണല്ലോ. പേരോടിന്റെ പ്രസംഗങ്ങൾ കേട്ടില്ലേ? അല്ലാഹുവിലേക്ക് കൽബ് തിരിയുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുക, ആത്മാർത്ഥമായി മനസ്സ് തട്ടി ഒരുപാട് വേദനകളോടെ. ഞാൻ ചോദിച്ചോട്ടെ, മമ്പാട്ടുകാരൻ്റെയും MT ദാരിമിയുടെയും നൗഷാദ് ഹസനിയുടെയും പകരാഹ്സനിയുടെയും ഒക്കെ കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം അല്ലാഹുമായി കൽബടിപ്പിക്കാൻ സമസ്തക്കാരെ പ്രേരിപ്പിക്കുമോ? ഈ ചോദ്യം വളരെ ഗൗരവമാണ്. എന്താണ്? അല്ലാഹുവിലേക്ക് അടുക്കുന്നൊരു ഹൃദയം സമസ്തക്കാരുടെ പ്രബോധനം കൊണ്ടുണ്ടാവുമോ? നേരെ മറിച്ച് മുജാഹിദുടെ പ്രബോധനം കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അള്ളാൻ്റെ അനുഗ്രഹത്താൽ. പേരോടിന് കുറ്റബോധം. കാരണം ജനങ്ങളെ ക്ഷണിക്കേണ്ടത് ഖബറിലേക്കാണ്, മരിച്ചവരെ ആരാധിക്കാനാണ് എന്നിവർ പഠിപ്പിച്ചു. ആ പഠിപ്പിക്കൽ പേരോടിന് കുറ്റബോധം ഉണ്ടാക്കി. അപ്പം അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്മാർ വന്നത് അള്ളാഹുലേക്ക് ഹൃദയം അടുക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാനാണ്. മുജാഹിദുകളും അതിനേ വന്നിട്ടു.